അപ്പോൾ വീണ്ടും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ ഞാൻ രാവിലത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നും പതിവ് പോലെ തന്നെ രാവിലെ ചോറൊക്കെ അടുപ്പയിലിടുവാണ് കേട്ടോ. ഇന്ന് കുത്തരിച്ചോറാണ് അടുപ്പയിലിടുന്നത്. അപ്പോൾ അത് കുക്കറിനകത്താണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ നല്ല വേവുള്ളതായതുകൊണ്ട് കുക്കറിൽ വെച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല കേട്ടോ. അപ്പോൾ അരിയൊക്കെ അടുപ്പയിലിട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലൊരു ചെറിയ കുഞ്ഞ് അതിഥിയൊക്കെ വന്നിട്ടുണ്ട്. ആ അതിഥീനെ ഞാൻ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അരിയൊക്കെ അടുപ്പയിലിട്ടതിന് ശേഷം കുറച്ച് ബീൻസ് തോരൻ വയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഡലിക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മാവ് ഇങ്ങനെ പൊങ്ങി വന്ന് നന്നായി ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. മാവൊക്കെ നമ്മൾ തലേദിവസം അരച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെ നന്നായിട്ട് പൊങ്ങിയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ സന്തോഷമാണ്. അതങ്ങനെ റെഡിയായിട്ട് ശരിയായി വന്നിട്ടില്ലെങ്കിൽ ഒരു സങ്കടം കൂടിയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നന്നായിട്ട് ഒരുപാടങ്ങ് പൊങ്ങിപ്പോയില്ല, പക്ഷേ എന്നാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മാവിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് മാറ്റി വയ്ക്കുവാണേ. അപ്പോൾ നമുക്ക് ഇത്രയും മാവ് വേണ്ട കേട്ടോ. അപ്പം ഇന്ന് ഇഡലി ഉണ്ടാക്കിയിട്ട് ബാക്കി മാവ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ അതുകൊണ്ട് ദോശ ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലൊഴിച്ച് അടച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നാളെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ മൊത്തം നമുക്ക് ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിക്കൊക്കെ ഞാൻ മാവ് അരച്ച് വയ്ക്കുമ്പോഴത്തേക്കിന് 2 ദിവസത്തേക്കിന് അരച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം, പിറ്റേ ദിവസം ദോശയോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ആ പാത്രം ഒന്ന് നിറച്ച് വയ്ക്കാൻ വേണ്ടി കുറച്ചും കൂടെ അങ്ങ് ഒഴിച്ച് വെക്കുവാണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഡ്ഡലി മാവ് ദോശമാവ് ഫ്രിഡ്ജിനകത്തേക്ക് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലിട്ട് റെഡിയാക്കി ബാക്കി വന്നതിനകത്ത് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലിയും കൂടി അങ്ങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത് പറ്റുന്ന ദിവസം ഇതുപോലെ ചെറിയ കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് വരാമെന്ന്. അപ്പം ഒരു 1.5 മാസം നമ്മൾ നാട്ടിലൊക്കെ പോയതുകൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ ആണെങ്കിലും ഇടാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം അറിയാമല്ലോ, നമ്മൾ നാട്ടിലൊക്കെ പോയി കഴിയുമ്പം കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് വീഡിയോ എടുത്ത് നടക്കാനൊന്നും സമയം കിട്ടത്തില്ല. അപ്പം തിരിച്ചിവിടെ വന്നതിന് ശേഷം ആണ് വീണ്ടും വീഡിയോ ഒക്കെ ഇടാം എന്ന് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ രാവിലത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വരാം കേട്ടോ. അങ്ങനെ ഇഡലിക്ക് ഉള്ള വെള്ളം അപ്പച്ചെമ്പിനകത്ത് ഒഴിച്ച് അടുപ്പേ വെച്ചിട്ടുണ്ട്. പിന്നെ ബീൻസ് പയർ റെഡിയാക്കി എടുക്കുവാണ് കേട്ടോ. അപ്പം ഇത് നല്ല പച്ച കളറുള്ള ബീൻസാണ് കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടി വലിപ്പത്തിൽ ഉള്ള ബീൻസ് അല്ലേ കിട്ടുന്നത്. ഇത് നല്ല പച്ച കളറുള്ള ബീൻസാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോക്കകത്ത് കുറച്ച് മഞ്ഞ കളർ പോലെ തോന്നുന്നതാണ്. അപ്പം ഇതിന് നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ. ഈ ബീൻസ് നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ കാണാറില്ല കേട്ടോ. കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ബീൻസിൻ്റെ 2 സൈഡിലെ ഇതൊക്കെ കളഞ്ഞ് വെള്ളത്തിനകത്തേക്ക് കഴുകിയെടുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുവാണേ. വെള്ളം ഒഴിച്ചിട്ടില്ല, പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ. അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ നല്ല നല്ല കമൻറ്റുകളൊക്കെ കൂട്ടുകാരിടണം കേട്ടോ. വീഡിയോസൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മ വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല കമൻറ്റൊക്കെ ഇട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുപ്പിൽ വെച്ച് നമ്മുടെ അപ്പച്ചെമ്പിനകത്ത് വെച്ച വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ ഇഡ്ഡലി മാവ് കോരി ഒഴിക്കുകയാണ് കേട്ടോ. അപ്പം ഈ അപ്പച്ചെമ്പിന് ഒരു തവണ ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റത്തുള്ളേ. 2 ഇഡ്ഡലിത്തട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് 2 എണ്ണത്തിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ശരിയാവത്തില്ലേ. കുഞ്ഞ് ഇഡ്ഡലിത്തട്ടായതുകൊണ്ട് അപ്പച്ചെമ്പായതുകൊണ്ട് അടിയിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കയറും കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണമാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ കുക്കർ വിസിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കർ വിസിലടിച്ചപ്പോഴത്തേക്കിന് കുക്കറൊക്കെ അടുപ്പിൽ നിന്ന് ചോറ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബീൻസൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിഞ്ഞെടുത്ത് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ബീൻസ് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം അരിയുന്നതും ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ഒത്തിരി അങ്ങ് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. എല്ലാം കൂടി അങ്ങ് ഉൾപ്പെടുത്തി കഴിയുമ്പോഴത്തേക്കിന് ഒത്തിരി ലെങ്തൊക്കെ ആയി പോകത്തില്ലേ. അപ്പോൾ
ബീൻസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോളയും പച്ചമുളകും പിന്നെ തേങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ഇനി അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി അടച്ച് വെക്കും കേട്ടോ. ബീൻസൊക്കെ പെട്ടെന്ന് വേവില്ല. നമ്മൾ ചെറുതാക്കി അരിഞ്ഞത് കൊണ്ട് ഒന്നാവി കൊണ്ട് കഴിയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് തന്നെ ബീൻസൊക്കെ റെഡിയായി കിട്ടുവേ. അപ്പോൾ അങ്ങനെ ബീൻസൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ബീൻസ് കറിയൊക്കെ ബീൻസ് തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബീൻസൊക്കെ അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മീനൊക്കെ മേടിച്ച് എല്ലാം ഇന്നലെ വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം മീനൊക്കെ തലേദിവസം വാങ്ങിക്കുവാണെങ്കിൽ കുറച്ചെടുത്ത് വറുത്തതിന് ശേഷം പകുതി രാവിലെ എടുത്ത് വെക്കും കേട്ടോ, കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ തലേദിവസം വാങ്ങിയ മീനാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വറുക്കാനുള്ളതും കറി വയ്ക്കാനുള്ളതും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. മത്തിയാണ് കേട്ടോ. ഇപ്പോഴത്തെ മത്തിക്ക് ചെറിയ മുട്ടയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചിലതിന് നെയ്യും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് മീൻ കറിയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഇഡലിക്കുള്ള കറി ചെറിയൊരു സാമ്പാർ വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് കഷ്ണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം കഷ്ണങ്ങൾ അധികം എടുക്കുന്നില്ല. ഇപ്പം മീൻ കറി ഉള്ളതുകൊണ്ട് സാമ്പാർ അങ്ങനെ അധികം ആരും കഴിക്കത്തില്ല. അപ്പം ഞാൻ ഇഡലിക്ക് കറി വേണമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഒരു കുഞ്ഞ് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പൊക്കെ കുക്കറിനകത്ത് വെച്ച് കുറച്ച് പച്ചക്കറിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഇഡ്ഡലി നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പുളിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പുളിയൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ മീൻ കറിയും റെഡിയായി, നമ്മുടെ സാമ്പാറും ഒക്കെ റെഡിയായി കേട്ടോ. പിന്നെ കുറച്ച് മത്തി വറുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാവിലെ ഇപ്പം നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പം റൂമിനുള്ളിൽ തന്നെയാണ് കേട്ടോ. വെളിയിലൊന്നും ഇറങ്ങി ഷാമിയേക്ക് കളിക്കാൻ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല ചൂടാണ് കേട്ടോ. ഇവിടെ നാട്ടിലെ പോലെ തന്നെ നല്ല ചൂടാണ്. അപ്പം വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് വെയിലൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം ഞങ്ങൾ പാർക്കിലേക്ക് വന്നതാണ് കേട്ടോ. 5 മണിയായെന്ന് പറഞ്ഞാലും ഇവിടെ നല്ല വെയിലിനൊരു കുറവുമില്ല കേട്ടോ. 5:30 ആകും വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ വൈകുന്നേരം പാർക്കിൽ വന്നപ്പോഴത്തേക്കിനുള്ള ചെറിയ കുഞ്ഞു കാഴ്ചകളാണ്. അതൊക്കെ കഴിഞ്ഞ് സന്ധ്യയായി വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ വീട്ടിലൊരു ചെറിയ കുഞ്ഞ് അതിഥി വന്നു കേട്ടോ. കണ്ടില്ലേ, കുയിലാണ് കേട്ടോ, പുള്ളിക്കുയിൽ. അപ്പം ഞാനിങ്ങനെ വിളക്ക് കത്തിച്ചിട്ട് അടുക്കളയിൽ എന്തോ ഇങ്ങനെ പണി എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ജോലി എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഫ്രണ്ടിലെ ഡോറിൻ്റെ അവിടെ എന്തോ ഇങ്ങനെ ഒച്ച വെക്കുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഒരു പുള്ളിക്കുയിൽ ഇരിക്കുന്നു കേട്ടോ. പിന്നെ അത് ഡോറ് തുറന്നപ്പോഴത്തേക്കിനും അത് അങ്ങ് അകത്ത് കയറി വന്നു കേട്ടോ. അങ്ങനെ അകത്ത് കയറി അതിനെ പിടിക്കാൻ നോക്കിയപ്പോൾ അതിങ്ങനെ റൂമിനുള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ പറന്നു പോവുകയാണേ. പിന്നെ അവസാനം അതിനെ പിടിച്ചു കേട്ടോ. പിടിച്ച് അതിന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് 2 തുള്ളി ഇങ്ങനെ കുടിച്ചു കേട്ടോ. പിന്നെ കുറച്ച് തണ്ണിമത്തൻ ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ശകലം കൊടുത്തപ്പോൾ അത് കഴിച്ചില്ല കേട്ടോ. അതൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ അതിനെ അങ്ങ് പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ സന്ധ്യാസമയത്ത് ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നല്ല ചില പക്ഷികളൊക്കെ വന്നു കഴിയുമ്പോൾ ചില പക്ഷികളൊക്കെ വരുന്നത് നല്ലതാണെന്നും ചില പക്ഷികളൊക്കെ വരുന്നത് ഭയങ്കര കഷ്ടകാലമാണെന്നൊക്കെ. അങ്ങനെ നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ കുഞ്ഞു വ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു പുതിയ വീഡിയോയിലൂടെ കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാരുടെ അടുത്തും ടാറ്റാ ബൈ ബൈ.